ഗുഡ് മോർണിംഗ്. തുല്യതയുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്ന് കിട്ടിയ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ, ഡാഷ് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 42. ഡാഷ് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 42. ചുവടെ തന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതികളിൽ ഏതാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയത്? 44. ചുവടെ തന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതികളിൽ ഏതാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്? 44. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച അവകാശം. ആർട്ടിക്കിൾ 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച അവകാശം. ആർട്ടിക്കിൾ 32. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. മൗലികാവകാശം, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, പിന്നെ ഇവിടെ പാർട്ട് തന്നിട്ടുണ്ട്, ആർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് മാച്ച് ചെയ്യാം. മൗലിക അവകാശം പാർട്ട് 3 മൂന്നാം ഭാഗത്താണ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഓൾറെഡി നമ്മളൊരു ഇതിനകത്ത് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണത്. മൗലിക അവകാശം പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മൗലിക കടമകൾ പാർട്ട് 4A, മൗലിക കടമകൾ പാർട്ട് 4A ആർട്ടിക്കിൾ 51A. പാർട്ട് 4A ആർട്ടിക്കിൾ 51A. നിർദ്ദേശക തത്വങ്ങൾ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. നിർദ്ദേശക തത്വങ്ങൾ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റിട്ട് അധികാരം. അത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ആർട്ടിക്കിൾസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഹൈക്കോടതി ആർട്ടിക്കിൾ 226. സുപ്രീം കോടതി 32, ഹൈക്കോടതി 226. അടുത്തൊരു ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അത് 5 മാർക്കിന്റെ ആയിട്ടും വരാം, 3 മാർക്കിന്റെ ആയിട്ട് വരാം. അപ്പൊ 3 മാർക്കിന്റെ ആയിട്ട് വരുമ്പോൾ 3 പോയിന്റ് എഴുതിയാൽ മതി. 5 മാർക്കിന്റെ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാവുന്ന പോയിന്റ്സ് ഒക്കെ എഴുതാം. അപ്പോൾ ഡിഫറൻസ് നോക്കാം. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും. മൗലിക അവകാശങ്ങൾ നിഷേധ സ്വഭാവമുള്ളവയാണ്. നിർദ്ദേശക തത്വങ്ങൾ ആനുകൂലാത്മക നിർദ്ദേശങ്ങളാണ്. ഇപ്പോൾ മൗലികാവകാശങ്ങൾക്ക് നിഷേധ സ്വഭാവമുണ്ട്, മറ്റേത് അനുകൂലമാണ്, അനുകൂലാത്മക നിർദ്ദേശങ്ങളാണ്. ഇനി മൗലികാവകാശങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ രാഷ്ട്രത്തിന് മേൽ നിയന്ത്രണമുണ്ട്, പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരാനാണ് ആവശ്യപ്പെടുന്നത്. മറ്റേതിന് രാഷ്ട്രത്തിന് മേൽ നിയന്ത്രണമുണ്ട്, ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരാൻ ആവശ്യപ്പെടുന്നു. രാഷ്ട്രത്തിന്റെ പ്രവർത്തനത്തിന് മേൽ പരിധി കൽപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ പ്രവർത്തനത്തിന് മേൽ പരിധി കൽപ്പിക്കുന്നു. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പ്രമാണമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇവിടെ പരിധി കൽപ്പിക്കുന്നുണ്ട്, മറ്റേത് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഒരു പ്രമാണമാണ് നിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശം നീതിനിഷ്ഠങ്ങളാണ്, പക്ഷെ നിർദ്ദേശക തത്വം നീതിനിഷ്ഠങ്ങളല്ല. മൗലികാവകാശം നീതിനിഷ്ഠങ്ങളാണ്, നിർദ്ദേശക തത്വം നീതിനിഷ്ഠങ്ങളല്ല. മൗലികാവകാശങ്ങൾക്ക് കൽപ്പനയുടെ സ്വഭാവമാണ്, കൽപ്പിക്കുകയാണ്, ഓർഡർ ഇടുകയാണ് ചെയ്യുന്നത്. നിർദ്ദേശ തത്വങ്ങളിൽ നിർദ്ദേശങ്ങൾ മാത്രമാണ്, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജുഡീഷ്യറി പുറപ്പെടുവിക്കുന്ന 5 റിട്ടുകളെ കുറിച്ച് എഴുതുക. ഓൾറെഡി റിട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി നമുക്ക് നോക്കാം. റിട്ടുകൾ നോക്കാം. ഹേബിയസ് കോർപ്പസ് അന്യായമായ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനുള്ളതാണ്. മാൻഡമസ് ഉദ്യോഗസ്ഥരുടെ ചുമതല നിർവഹിക്കാനുള്ളതാണ്. നാം കൽപ്പിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. സെർഷ്യോററി കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് കൈമാറാനുള്ളത്. പ്രൊഹിബിഷൻ കേസ് അധികാരപരിധിക്കപ്പുറം പോയാൽ തടയുന്നതിന് വേണ്ടി. കോവാറണ്ടോ നിയമവിരുദ്ധമായി പദവി വഹിക്കുന്നതിനെതിരെയുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന 6 മൗലികാവകാശങ്ങളാണ് വ്യവസ്ഥ ചെയ്യുന്നത്. 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം,
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം. അപ്പൊ ഇതിന്റെയൊക്കെ ആർട്ടിക്കിളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. അപ്പൊ എന്തൊക്കെ സമത്വങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കണേന്ന് നോക്കാം. നിയമത്തിനു മുന്നിൽ സമത്വം, ആർട്ടിക്കിൾ 14. വിവേചനത്തിൽ നിന്ന് സംരക്ഷണം, ആർട്ടിക്കിൾ 15. അവസര സമത്വം, ആർട്ടിക്കിൾ 16. അയിത്ത നിർമാർജനം, ആർട്ടിക്കിൾ 17. ബഹുമതികൾ ഒഴിവാക്കൽ, ആർട്ടിക്കിൾ 18. ഇപ്പൊ 6 അവകാശങ്ങൾ, ആർട്ടിക്കിൾ 19. കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം, ആർട്ടിക്കിൾ 20. വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും, ആർട്ടിക്കിൾ 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 21A. അത് എല്ലാവരും ഓർത്തു വയ്ക്കുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അന്യായമായ അറസ്റ്റും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം, ആർട്ടിക്കിൾ 22. അപ്പൊ എന്തൊക്കെ അവകാശങ്ങളാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത്? നിയമത്തിന് മുന്നിൽ സമത്വം, വിവേചനത്തിൽ നിന്ന് സംരക്ഷണം, അവസര സമത്വം, അയിത്ത നിർമാർജനം, ബഹുമതികൾ ഒഴിവാക്കൽ, 6 അവകാശങ്ങൾ നേടിയെടുക്കൽ, കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം, വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം. അടുത്തത് സ്വാതന്ത്ര്യങ്ങളാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഭാഷണത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇത്രയൊക്കെയാണ് സ്വാതന്ത്ര്യത്തിന്, അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. സംഭാഷണത്തിനും ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ആർട്ടിക്കിൾ 23ഉം 24. ചൂഷണത്തിനെതിരെ 23, 24. എന്തൊക്കെയാണ് ചൂഷണത്തിൽ തന്നെ? അടിമപ്പണിയും നിർബന്ധിത തൊഴിലുകളും നിരോധിക്കുന്നു, ബാലവേല നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ബാലവേല നിരോധനം. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 25 തുടങ്ങി 28 വരെ. അപ്പൊ ആർട്ടിക്കിൾ 25 എന്താ പറഞ്ഞത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, എല്ലാ മതങ്ങൾക്കും മതകാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം, മതത്തിന്റെ നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതി നൽകാൻ ആരെയും നിർബന്ധിക്കരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനം നിരോധിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനം നിരോധിക്കുന്നു. അപ്പൊ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, 29ഉം 30ഉം. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ കാര്യത്തിൽ സംരക്ഷണം നൽകുന്നു, ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 പ്രകാരം എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അടുത്തത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടാനുള്ള അവകാശം. അതിനകത്താണ് എന്ത് വരുന്നത്? റിട്ടുകൾ വരുന്നത്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള അവകാശം, അതിനെതിരെയുള്ള ഹർജികൾ, അതിനാണ് റിട്ടുകൾ. ഏതൊക്കെ റിട്ടാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ, കോവാറണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൗലികാവകാശങ്ങളെ ഒരു ഷോർട്ട് ഫോമിലൂടെ പഠിക്കാം. സമസ്വാചൂഷണ മതസംസ്കാര ഭരണം. സമസ്വാചൂഷണ മതസംസ്കാര ഭരണം. എന്താ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. നമുക്കിത് ഒരു ഷോർട്ട് ഫോം ആയിട്ട് പഠിക്കാം. സമസ്വാചൂഷണ മതസംസ്കാര ഭരണം.